കർത്താവേ, സങ്കീർത്തനം 144 പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പാതകൾക്ക് ജീവിതത്തിന് കരുത്ത് പകരണമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ പാടുകയാണ്. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഉടമ്പടി കാലത്ത് ഇതുപോലെ വിശ്വസ്തത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾക്ക് അനുഗ്രഹം താമസിക്കുകയാണെങ്കിൽ മക്കളൊരു പണി ചെയ്യണം. അതൊരു കൊയ്ത്ത് കാലമാണ്. അതായത് ഈ വിശ്വസ്തതയായാലും നീ വിശ്വാസമായാലും നീ ആർജിക്കുന്നത് ദൈവം സമ്പത്തായിട്ടാണ് കരുതണത്. മനസ്സിലായില്ലേ? നിൻ്റെ വിശ്വസ്തത ദൈവം കരുതുന്നത് സമ്പത്തായിട്ടാണ്. ഇപ്പം ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഒരു കർത്താവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അതെന്താണ്? സമ്പത്താണ്. അത് ദൈവ തിരുസന്നിധിയിൽ സമ്പത്തായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 12:21 ഒരു മനോഹരമായ വചനമുണ്ട്. എന്താ പറയണത്? ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി. അപ്പോഴവിടെ എന്താ ഒരു വിഷയം? ദൈവ തിരുസന്നിധി സമ്പന്നത എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ഈ വിശ്വസ്തതയുടെ കാലം എന്ന് പറയുന്നത് എന്താണ്? എബ്രാഹിം എങ്ങനെയാണ് സമ്പന്നനായത്? ക്യാഷ് കൈൻഡായിട്ട് നമുക്ക് സമ്പന്നനാകാം. അത് മനുഷ്യൻ്റെ മുമ്പിലുള്ള സമ്പത്താണ്. മനുഷ്യൻ്റെ മുമ്പിലുള്ള സമ്പത്തുണ്ടാകാം, അതുപോലെ ദൈവത്തിൻ്റെ തിരുസന്നിധി സമ്പത്തുണ്ടാകാം. ദൈവത്തിൻ്റെ തിരുസന്നിധി സമ്പത്തെന്ന് പറയുന്നത് വിശ്വാസവും പ്രത്യാശ, സ്നേഹം, വിശ്വസ്തതയാണ്. ആ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കാലം. അതെങ്ങനെയാണ് നമ്മൾ സമ്പത്താക്കി മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരാതി വരത്തില്ല. വിശ്വസ്തത കാണിക്കുകയും ചെയ്യും. പ്രയാസ കാര്യങ്ങളിൽ പരാതി പറയത്തില്ല. ഇപ്പം ഈ പ്രയാസം ഉണ്ടാകുകയും ഈ പ്രയാസം മുഴുവൻ ഒരു ബക്കറ്റ് പാല്, അതിൽ ഒരു തുള്ളി വിഷമിട്ട് കഴിയുമ്പോൾ ആ പാല് മൊത്തം കുടിക്കാൻ പറ്റത്തില്ല പിന്നെ, ഇല്ലേ? അതുപോലെ നീ വിശ്വസ്തതയായിട്ട് പോവുകയും അതിനിടക്ക് ദൈവം പരാതി പറഞ്ഞ് എന്താ പരാതി? ഇപ്പോൾ ഒരു സാക്ഷ്യം കേട്ടില്ലേ? ഇടി കൃപാസനത്തിൽ പോണ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ ഒന്നും പറയാനില്ലാത്തതെന്ന് ചോദിച്ചില്ലേ? അത് ദൈവദിനത്തിൻ്റെ പരാതിയാണ് സാധനം. അമ്മയാണ് പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, ഉടമ്പടി ചെയ്തവർ പറയരുത്. ഉടമ്പടിയുടെ ബന്ധത്തിൽ വരാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഉടമ്പടി ചെയ്തവർ മിണ്ടരുത്. ഉടമ്പടി ചെയ്ത ആൾക്കാർ മിണ്ടിയിട്ടില്ല. ഉടമ്പടി ചെയ്തവർ പിന്നെയും ദൈവ തിരുസന്നിധി ജനങ്ങൾ പൊരിഞ്ഞ് വിശന്നപ്പോൾ ജനങ്ങൾ മോസസിനെ കൊല്ലാൻ പോയി. അപ്പോൾ ഉടമ്പടി പ്രകാരം ജനങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ദൈവത്തിൻ്റെ അടുത്ത് മോസസ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മോസസിന് മനസ്സിലായി ജനത്തിനും ഒപ്പിക്കണം, ദൈവത്തെ ഒപ്പിക്കണം. ഭയങ്കരമായ ഒരു ചക്ക് അച്ചാണി പോലെയുള്ളൊരു ജീവിതമാണ് മോസസിൻ്റെത്. ഇതുകൊണ്ട് എന്താ മെച്ചം എന്ന് തൻ്റെ ഉള്ളിൽ ചോദിക്കുമ്പോൾ മോസസിനോട് ആത്മാവ് പറയും, കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടെന്ന് പറയും. അതാണ് നിനക്ക് വിശ്വസ്തത പാലിക്കുമ്പോൾ, വിശ്വാസം പ്രാപിക്കുമ്പോൾ നിനക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ദ്രവ്യ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനേക്കാളുപരി ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടെന്ന് പറയും. അപ്പോൾ ആ പേര് മോസസ് കർത്താവിന് പറഞ്ഞു, കർത്താവേ, ഈ കാലങ്ങളിൽ ജനങ്ങളുടെ തൊഴിലും ചവിട്ടും തോന്നിവാസമൊക്കെ വാങ്ങിച്ചു,
നീയും എന്നെ കുറേ കർക്കശത്തിൽ പിടിച്ചു നിർത്തി. എനിക്ക് ആകെപ്പാടെയുള്ള സ്വത്ത് നിൻ്റെ പുസ്തകത്തിലെ പേരാ. ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ജനങ്ങൾ പട്ടിണിയാണ്, എൻ്റെ പേര് നീ മായ്ച്ചു കളഞ്ഞു എന്ന് പറയും. എൻ്റെ പേര് നീ മായ്ച്ചു കളഞ്ഞു. അപ്പോഴും ദൈവത്തെ ഒന്നും പറഞ്ഞില്ല മോസസ്, ദൈവത്തെ ഒന്നും പറഞ്ഞില്ല. അപ്പോഴും സ്വയം വീണ്ടും ത്യാഗം അനുഭവിക്കാൻ വേണ്ടി അത്രയും നാൾ എന്തെങ്കിലും നേടിയെങ്കിൽ നേടിയത് കർത്താവിൻ്റെ പുസ്തകത്തിലെ തൻ്റെ പേര് മാത്രമാണ്. അപ്പോഴും ദൈവത്തെ, നീ എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത്? നീ എന്തിനാണ് ജനങ്ങളെ മരുഭൂമിയിലിട്ട് വരിച്ചത്? നീ വിളിച്ചരുത്തിയിട്ടല്ലേ അവർ ചോദിക്കാൻ കേട്ടല്ലേ ഈജിപ്തിലെ ഇറച്ചി ചട്ടിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്, അപ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സവാളയും ഉള്ളിയെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ കൊതി കൊണ്ട് അവിടെ കിറിനാറുന്നു. അവരെന്നെ ആക്രമിക്കാൻ വരണം. ഞാൻ എന്തായാലും നിന്നെ ഒന്നും പറയത്തില്ല. നീ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തതെങ്കിലും എനിക്കിപ്പോൾ പണയം വെക്കാനോ വിൽക്കാനായിട്ട് ഒന്നേ ഉള്ളൂ, നിൻ്റെ ഉള്ളിലുള്ള എൻ്റെ പേര്. അതുകൂടി നീ എടുത്തിട്ട് ജനങ്ങളെ സഹായിക്കാൻ പറയും. അപ്പോഴും മോസസ് ദൈവത്തെ ഒന്നും പറയത്തില്ല. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കുറേ വിശ്വസ്തതയുടെ പോയിട്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ അതാണ് അമ്മ ഒരിക്കലും ഒന്നും പറയത്തില്ലല്ല, ഈശോ ഒരിക്കലും ഒന്നും പറയത്തില്ലല്ല. ഉടമ്പടിക്കാരും മിണ്ടത്തില്ല, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. ഏത് ചാണാക്കുഴി പ്രസവിച്ച് കിടക്കേണ്ടി വന്നാലും ഓരോ വീടും മുട്ടി നിറവയറുമായിട്ട് മുട്ടിയിട്ട് മുഖത്തടിക്കുന്ന പോലെ വാതിലടച്ചാലും അമ്മ ഒന്നും മിണ്ടത്തില്ല. അപ്പാ നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ നിൻ്റെ മകനെയാണല്ലോ ഗർഭം ധരിച്ചത്, എവിടെയെങ്കിലും ഒരു ചാർത്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, നടുവനങ്ങണില്ലല്ലോ അപ്പ എന്ന് അമ്മ പറഞ്ഞില്ല. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഉടമ്പടിയുടെ കാലം വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിൻ്റെ വിശ്വാസം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് വിശ്വാസം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പമെന്നറിയാവോ? ദൈവം നല്ല മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരണത് വിശ്വസ്തത പരിശോധിച്ചിട്ടാണ്. അപ്പോഴാണ് പറഞ്ഞത് ചാണാക്കുഴി പ്രസവിച്ച് കിടക്കാൻ പറഞ്ഞ് അവിടെ കിടന്ന്. അപ്പോഴും അമ്മ ഹൃദയത്തിൽ അട്ടടയന്മാർ വരുമ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാണ് പറയണത്. പറ്റുന്നറിയാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ആരുമില്ല. ഒരു പരിചയമില്ലാത്ത കുറേ അപരിചിത മനുഷ്യർ പ്രാകൃതർ വന്നിട്ട് നൊക്കി നെച്ചും പോയപ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന പ്രാകൃത അനുഭവങ്ങളാണ്. ബന്ധുക്കളുടെ അനുഭവങ്ങളെക്കാൾ നമുക്ക് സ്വന്തമായി വന്നാലും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. ആ അമ്മയുടെ പേരിലും മധ്യസ്ഥത്തിലുമാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ പരീക്ഷിക്കുമ്പോൾ അമ്മയെപ്പോലെ ലൂക്ക 1:19 അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഐസയ 53:7 അനുസരിച്ച് ഈശോനെ പോലെ സകലദാസനായി കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അറവശാലയിലേക്കാണ് പോകുന്നതെന്ന് അന്തരംഗം പറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ബലിക്കുഞ്ഞാടിനെ പോലെ മൗനമായിരിക്കുവാൻ എന്നെ അഭ്യസിക്കണമേ. എൻ്റെ വിശ്വസ്തതയെ നീ പരീക്ഷിക്കുന്ന സമയത്ത് ഞാൻ വിജയിച്ചവനായി കാണപ്പെടുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, സങ്കടത്തോടുകൂടി സമർപ്പിക്കുകയാണ് കർത്താവേ. എല്ലാവർക്കും കുഞ്ഞുമണിനെ പോലെ മൗനം അവലംബിച്ചല്ലേ കർത്താവേ. സങ്കടങ്ങൾ ബാക്കി അവശേഷിക്കുക കണ്ണീരോടുകൂടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സമർപ്പിക്കട്ടെ, മക്കളെയും സമർപ്പിക്കട്ടെ, ജീവിത ആവശ്യങ്ങളെ സമർപ്പിക്കട്ടെ, വിഷമതകൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മേ മാതാവേ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ തന്ന സത്യമായ വിശ്വാസത്തിലൂടെ കിട്ടിയ സാക്ഷ്യങ്ങളാണ്. ഞാൻ 2020 ജനുവരിയിലാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. വന്നപ്പോൾ ഒരു വിവരവും ഇല്ല. അമ്മയെപ്പറ്റി അറിയുമെങ്കിലും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ദൂരം വന്ന്, ഞങ്ങൾ കോഴിക്കോടാണ് താമസിക്കുന്നത്, അവിടുന്ന് ഇവിടെ വന്ന് വന്ന് സാക്ഷ്യം പറയാന്നുള്ളത് ഒരു വലിയ ഭയത്തോടു കൂടിയാണെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് നല്ല വിശ്വാസവും ശക്തിയും ദൈവം തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം, ഞാനും ചേട്ടനും തമ്മിൽ കുറച്ച് സ്വരച്ചേർച്ചയുണ്ടായി, ഇണങ്ങി 10 മാസത്തോളം ചേട്ടൻ മാറി നിന്നു. എനിക്ക് ചേട്ടനും ഞാനും തന്നെ ഇപ്പോൾ വീട്ടിലുള്ളൂ. ചേട്ടൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചുപോയി. അതുകൊണ്ട് ചേട്ടൻ പോയപ്പോൾ ഞാൻ ഒത്തിരി വിഷമത്തിലായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു,
ഈ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഉടമ്പടി വെക്ക്, ശശി തിരിച്ചു വരും, ശശി നിന്നെ വിട്ട് എവിടെയും പോവില്ല. പക്ഷേ എനിക്ക് ഒരു വിശ്വാസക്കുറവായിരുന്നു, വരുമോ വരില്ലേ. എന്നാലും വേണ്ടിയില്ല, ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ 15 ദിവസം കൊണ്ട് തിരിച്ചു വന്നു. അത് വലിയൊരു സത്യമായിരുന്നു. ആ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അമ്മ എത്രയും വേഗം ഏട്ടൻ്റെ വീട്ടിലെത്തിച്ചു. അതുവരെ വന്നാലും ആരൊക്കെ പറഞ്ഞാലും ഏട്ടൻ വീട്ടിൽ കയറാതെ പോകുന്നൊരവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. പിന്നെ ഏട്ടന് രോഗങ്ങൾ വന്നപ്പോൾ ഏട്ടൻ അമ്മേൻ്റെ അടുത്ത് വരാൻ ഏട്ടൻ പ്രേരിപ്പിച്ചു ഞാനാണ്. ഈശോയോട്. എൻ്റെ പേര് ശശിധരൻ, എൻ്റെ വൈഫ് ജിനമ്മ. ഞാൻ 2022 ഇവിടെ ഉടമ്പടി ധ്യാനത്തിന് വന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എന്നോട് ജീവിത പങ്കാളി പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മ മാതാവിൻ്റെ ഭക്തനൊക്കെ ആണെങ്കിലും കൂടി നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ കേൾക്കും, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വർഷങ്ങളോളമായിട്ട് 10-15 വർഷത്തോളം ഞാൻ യൂറിൻ എഫക്റ്റായിട്ട് രോഗിയായിട്ടിരിക്കുന്ന സമയമാണ്. യൂറിന് കംപ്ലൈൻ്റൊക്കെ ആയിരുന്നു. പലവിധമായ ഹോസ്പിറ്റലിൽ കാണിച്ചുവെങ്കിലും അതിനൊന്നും ഒരു സുഖവും കിട്ടിയില്ല, സൗഖ്യം കിട്ടിയില്ല. എല്ലാം ഒത്തിരി വേദനയോടുകൂടി നടക്കുമ്പോൾ പല ഹോസ്പിറ്റലിലും പറഞ്ഞിട്ടുണ്ട് ബ്ലാഡറിലൂടെ ഓസിട്ട് നോക്കണം എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞെങ്കിലും കൂടി അതില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ അതികഠിനമായ യൂറിൻ പാസ് ചെയ്യാനുള്ള വിഷമം കൊണ്ട് ഞാനിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാത്രി ഒത്തിരി വേദനയോടെ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ ഈ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയും അന്ന് അമ്മ ഈ മകളിലൂടെ തന്ന തൈലവും ഉപ്പും ഞാൻ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ യൂറിനിലെ പ്രശ്നങ്ങൾ മാറി. പൂർണ്ണമായി അമ്മ എനിക്ക് സൗഖ്യം തന്നു. അമ്മ തന്ന സൗഖ്യത്തിനെ ഓർത്ത് കോടാനുകോടി നന്ദി പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒത്തിരി ചിന്തകളിലൂടെ എൻ്റെ മൈൻഡെല്ലാം പോയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ കിടന്നുറങ്ങുവാൻ പറ്റാതെ ഞാൻ ഒത്തിരി അസ്വസ്ഥനായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ ഓടി നടക്കുന്ന അവസ്ഥയായിരുന്നു. ഉറങ്ങണം തോന്നും, പക്ഷേ ഉറങ്ങാൻ വേണ്ടി ഞാൻ പോയി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. ഒത്തിരി കിടന്നിട്ടും പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നിങ്ങളൊന്ന് അടങ്ങിക്കിടക്ക്, ചിലപ്പം ഉറക്കം കിട്ടും. പക്ഷേ എനിക്ക് കിടന്നിട്ടും ഉറക്കം വരാത്ത ഈ അവസ്ഥയിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ദൈവമാതാവേ, അമ്മ എത്ര മക്കൾക്ക് രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഉറങ്ങുവാൻ 1 മാസത്തോളമായി ഞാൻ കിടന്നുറങ്ങാതെ ഓടി നടക്കുകയാണ്. അമ്മ മാതാവേ, എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ തലയിലും നെറ്റിത്തടത്തിലെല്ലാം പുരട്ടി, എൻ്റെ കണ്ണുകളിലെല്ലാം പുരട്ടി ഉപ്പും വെള്ളത്തിൽ ഉപയോഗിച്ച് ഞാൻ കിടന്നുറങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സുഖമായി കിടന്നുറങ്ങുന്നു. ഇതുപോലെയാണ് എന്തൊരു രോഗം വന്നാലും ഏതൊരു അവസ്ഥയിലും ഏത് രോഗാവസ്ഥ പറഞ്ഞാലും അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവർക്ക് ഉപയോഗിക്കും. അവർക്ക് ഉപ്പ് നൽകും. അതിൻ്റെ ഫലമായിട്ട് അവർക്കും സൗഖ്യം കിട്ടും. അങ്ങനെ എനിക്ക് പൈൽസിൻ്റെ രോഗമുണ്ടായിരുന്നു. ഒത്തിരി അടിവയർ വേദന ഉണ്ടായിരുന്നു. ഈ വേദനകളിലെല്ലാം പൊളയുമ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ മാതാവേ, അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ എന്ത് രോഗം വന്നാലും ഏതവസ്ഥയിലും അമ്മയുടെ ആ ഉടമ്പടി തൈലം എടുത്ത് ഉപയോഗിച്ച് എണ്ണയും എടുത്ത് ഉപയോഗിച്ച് പലപ്പോഴും ഞാൻ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി 3ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഈ ഭവനത്തിൽ വന്നതാണ്. നമ്മുടെ തിരുസന്നിധിയിൽ നിന്ന് ഉടമ്പടിയെല്ലാം പുതുക്കി സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു. എന്നാൽ ഞാൻ സാക്ഷ്യം പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോയി. പക്ഷേ സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മയോട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, 3ാമത് വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറയാം. പക്ഷേ ഞാൻ സാക്ഷ്യം പറയാതെ പോയി. ഈ 1.5 മാസത്തിന് ശേഷം എൻ്റെ ആ പഴയ രോഗത്തെ അമ്മ എന്നെ ഓർമ്മയിലേക്ക് നൽകി. നീ ഒരു യൂറിൻ പോകുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട
വേദന സഹിച്ചപ്പോഴെല്ലാം ഞാൻ നിന്നെ സുഖപ്പെടുത്തിയ ആ അമ്മയെ ഞാൻ മറന്നുപോയ നിമിഷത്തെ ഓർത്ത് അനുദപിക്കുകയാണ്. പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഈ പ്രാവശ്യം പോയാൽ ഞാൻ എന്ത് വന്നാലും ഞാൻ അവിടെ സാക്ഷ്യം പറയും, അമ്മ എൻ്റെ കൂടെ വരണേ. അമ്മ മാതാവിനോട് പറയും മറ്റൊരു കാര്യം, അച്ഛൻ്റെ അനുഗ്രഹം കൂടിയും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കിവിടെ സാക്ഷ്യം പറയുവാൻ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ വീടുകളിലെല്ലാം പത്രമായിട്ട് പോകും. പത്രം ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ ഒന്നിച്ചും ആരാധനയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കും. അമ്മേ മാതാവേ, ഈ പേപ്പർ ഏതെല്ലാം ഭവനങ്ങളിലെത്തുന്നോ അവർക്കത് അവർക്ക് ഒരു ഉപയോഗമാകണമേ, ആ മക്കളുടെ എല്ലാം തുടരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കടന്നു പോകാറ്. കടന്നു പോകുമ്പോൾ പലരും അത് ഒബ്ജക്ഷൻ ചെയ്ത് നിനക്ക് വേറെ ഒന്നും പണിയില്ല എന്ന് പറഞ്ഞ് എന്നെ ആട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ അമ്മയുടെ നാമത്തിൽ അവരോട് അമ്മേ മാതാവേ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ രോഗാവസ്ഥയിലുള്ള എല്ലാ മക്കളുടെ അടുത്തും ഞങ്ങൾ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ 2 പേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് രോഗാവസ്ഥയിൽ. അപ്പോൾ പോകുമ്പോഴെല്ലാം ഞാൻ പറയും, അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മയോട് പ്രാർത്ഥിച്ച ഉടമ്പടി എടുത്താൽ പൂർണ്ണമായ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് ഉടമ്പടി തൈല എല്ലാവരിലേക്കും എത്തിക്കും. അങ്ങനെ ഞാൻ ഓരോ വീടുകളിലും കയറി കാര്യപ്രവർത്തി ചെയ്യാറുണ്ട്. അമ്മയുടെ ഈ അനുഗ്രഹത്തിന്, ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ അനുവദിച്ച അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എൻ്റെ ജീവിതം ഞങ്ങൾ 2010 ഏപ്രിൽ മാസത്തിലാണ് വിശ്വാസം 20 വർഷമുണ്ടെങ്കിലും ഈ 2010 മാമോദിസ എന്ന കൂദാശ സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് ഇന്നും ഞങ്ങൾ പള്ളിയിലും എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനത്തിനെല്ലാം സജീവമായിട്ട് നിൽക്കുവാൻ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ജീസസ്. എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. എൻ്റെ മോളുടെ ആവശ്യത്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മോളൊരു സുഖമില്ലാത്ത മോളായിരുന്നു. ഇരുന്നിടത്ത് കിടന്നിടത്ത് അങ്ങനെയുള്ളൊരു മോളായിരുന്നു. ആ മോളെ ഈശോൻ്റെ അനുഗ്രഹത്താൽ എനിക്കിങ്ങനെ നടത്തി തന്നത്. നടക്കൂലഞ്ഞ് 5 വയസ്സ് വരെ നടക്കാതെ കിടന്ന് 17 വയസ്സ് വരെ ഞാൻ എടുത്തിട്ട് കിടന്നാണ്. 17 വയസ്സ് വരെ ഞാൻ എടുത്തിട്ട് കിടന്നാണ്. പിന്നെ അച്ഛൻ പറയും പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്ത്, അവിടെ കിടന്ന് ഉരുണ്ട് അവൾ നന്നാവുള്ളൂ എന്ന് പറയും. ഞാൻ പള്ളിയിൽ കൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ട് കിടത്തും. അവിടെ കിടന്ന് ഉരുണ്ടാണ് അവൾ നന്നായത്. ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഭക്ഷണം കഴിക്കൂലഞ്ഞ്. ഭക്ഷണം കഴിക്കാൻ ഒരു ഇച്ചിരി 3 പിടി ഭക്ഷണമൊക്കെ കഴിച്ചാൽ അപ്പോൾ 4ാമത്തെ പിടി കൊടുക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കും. എനിക്ക് മതിയെന്ന് പറയും. അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കൂലഞ്ഞ്. അങ്ങനെ ഞാൻ എപ്പോഴും ആശുപത്രിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ. ജനിച്ചപ്പോൾ തുടങ്ങി 12 വർഷം വരെ ഞാൻ ഈ കൊച്ചിനുമായിട്ട് ആശുപത്രിയിലായിരുന്നു. ഒരാഴ്ച ആശുപത്രിയിലാണെങ്കിൽ, ഒരാഴ്ച വീട്ടിലാണെങ്കിൽ 2 മാസം ആശുപത്രി, 1 മാസം ആശുപത്രി, അങ്ങനെയൊക്കെ ആയിരുന്നു. എപ്പോഴും ആശുപത്രി. പിന്നെ ഞാൻ ഇവിടെ ഫിക്സ് വരുമായിരുന്നു. ഫിക്സ് വന്ന് ഭയങ്കര ഒരു പാടായിരുന്നു. ഫിക്സ് വന്നാൽ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് അത് പാതിരക്കാണെങ്കിലും എടുത്തിട്ട് ഓടണമായിരുന്നു. അങ്ങനത്തെ ഒരു സംഗതിയാണ്. പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതെല്ലാം മാറി. 12 വയസ്സായപ്പോൾ അത് മാറി. ഒരു ഓപ്പറേഷൻ നടന്ന്, അപ്പൻഡിക്സിൻ്റെ വയറുവേദന വന്ന്. ആ ഓപ്പറേഷത്താൽ അവളുടെ ഫിക്സിൻ്റെ ഇതൊക്കെ മാറി കിട്ടി. പിന്നെ അങ്ങനെ ആശുപത്രി പോകാതെ നിന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഛർദി വരും. ഭക്ഷണം കഴിക്കാതെ നിന്ന് ഗ്യാസ് കയറിയും ഛർദിയാവും. അപ്പം ഞാൻ ആശുപത്രി കൊണ്ടുപോകും. പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ കുടലി ഉരുങ്ങിപ്പോയി. അങ്ങനെ കുടലൊക്കെ ഇച്ചിരി മരുന്നൊക്കെ ലൂക്കോസ് മാത്രമേ കയറ്റുള്ളൂ. 7 ദിവസം 8 ദിവസം ഞാൻ ആശുപത്രി കിടക്കും. ലൂക്കോസ് കയറ്റി അവിടെ നിന്ന് പോകാൻ എപ്പോഴും ഞങ്ങൾ ലൂർദിൽ തന്നെ ആയിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ അവിടെ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നേക്കാം. ഇവിടെ നടക്കാത്തത് കൊണ്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എടുത്തുകൊണ്ട് തന്നെ. അപ്പം ഞാനിവിടെ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് എൻ്റെ ഇവിടെ ഇരുത്തിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞേച്ചും പോയി, മാതാവ് ഈ കൊച്ചി എന്ന് നടന്നു വന്ന സമയത്ത് ഞാനിവിടെ കൊണ്ടുവരും. അതുവരെ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും വരുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. എൻ്റെ മകളുടെ എല്ലാ അസുഖങ്ങളും മാറി. ഇനി ഒരു കൈക്കും കാനും ശോധനക്കുറവ് മൂലം ആ ഒരു വിഷമമുണ്ട്. പക്ഷെ അത് അമ്മ മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമതായി ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു. ഒരു ചെറിയ ഭവനം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഭവനം വെച്ചത് തന്നെ. ഞാനൊരു കൂലിപ്പണിക്കാരത്തിയാണ്. ഞാനൊരു വീട്ടിൽ ജോലിക്കാണ് പോണത്. ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് സ്വരുക്കൂട്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ച് കുറച്ച് പണിയെടുത്ത് അങ്ങനെ ഒരു വീട് വെച്ച് അതിനകത്ത് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ. അത്
പാമ്പിൻ്റെ ശല്യവും ഭയങ്കര ഒരു എലിയും പാമ്പിൻ്റെയൊക്കെ ശല്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ വന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു ഭവനം തന്നെ. 2024 ഞാൻ ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട്, അമ്മേ എനിക്കൊരു ഭവനം, എനിക്ക് ചെറിയൊരു ഭവനമെങ്കിലും എനിക്ക് തരണം, തരാതെ അമ്മ പോകരുത്, ഞാൻ അമ്മേനെയും കൊണ്ടേ പോകുള്ളൂ. അമ്മ ഞാൻ എവിടെ പോയാലും അമ്മ എൻ്റെ കൂടെ ആയിരിക്കണം. അമ്മ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ച് എനിക്ക് നവംബർ 1-ാം തീയതി കല്ലിട്ടും സെപ്റ്റംബർ 1-ാം തീയതി ഞങ്ങൾക്ക് വീട് താമസത്തിന് കയറി. മെയ് 1-ന് കല്ലിട്ടും സെപ്റ്റംബർ 1-ന് കയറി. 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് വീട് ഒരുക്കി തന്ന അമ്മയ്ക്ക് വിശ്വസിക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം നെഞ്ചുവേദന വരും. എനിക്കും ഇടക്കിടക്ക് നെഞ്ചുവേദന. ഞാൻ അങ്ങനെ ഒന്നും മരുന്നൊന്നും കഴിക്കൂല. ഉപ്പും തേനും മാത്രം ഞാൻ മരുന്നായിട്ട് കഴിക്കണം. പക്ഷേ ഒരു ദിവസം ഞാൻ 5:30 ഒരു പ്രാർത്ഥന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ 3 ദിവസം മുഴുവനും നെഞ്ചുവേദനയായിട്ട് ഞാൻ പണിയെടുത്ത്. 4-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞ, മാതാവ് എനിക്ക് ഇന്നും നെഞ്ചുവേദനല്ല, ഞാൻ എങ്ങനെ നിന്ന് പണിയെടുക്കും എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് നിന്ന് എന്തോ ഒരു സാധനം വലിച്ചു പറിച്ചങ്ങനെ കൊണ്ടുപോയ മാരെ തോന്നി. പക്ഷേ ആ നിമിഷം എൻ്റെ നെഞ്ചുവേദന മാറി. അങ്ങനെ എൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കാലുവേദന മാറി. മാതാവിൻ്റെ ഉപ്പകം പെരട്ടി എൻ്റെ കാലുവേദന മാറി. എനിക്കൊരു ഓപ്പറേഷനും വേണ്ടി വന്നില്ല. എൻ്റെ മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ 1000 നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരുമില്ല. എൻ്റെ മാതാവ് ഇറങ്ങി വന്നാണ് എന്നെ ഇറങ്ങി വന്നാണ് എനിക്ക് ഓരോ കാര്യവും നടത്തി തന്നത്. അതുപോലെ ഞാൻ പള്ളിയിൽ എല്ലാ ദിവസം പോകുമ്പോൾ പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വലത്ത് സൈഡിൽ വലയുന്ന ഒരമ്മച്ചി തുണിയും എൻ്റെ ഇവിടുത്തെ ഒരു അമ്മച്ചിനെ ഞാൻ കാണുന്നത്. ഞാൻ കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സാരമില്ല മോളെ, നീ നിൻ്റെ സങ്കടം എല്ലാം പറഞ്ഞോളെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. അതെൻ്റെ അമ്മ മാതാവ് തന്നെയായിരുന്നു. എൻ്റെ ഈശോൻ്റെ അമ്മ മാതാവ് എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. ഇറങ്ങി വന്നാണ് എൻ്റെ ആ വീട് വന്ന് സഹായിച്ചത്. ഇറങ്ങി വന്ന് സഹായിച്ചേക്കണേ. എനിക്ക് വെച്ചാൽ കല്ലിട്ടപ്പോൾ തന്നെ ടൈലിനും കരണ്ടിൻ്റെത് വെള്ളത്തിൻ്റെത് വാതിൽ ജനൽ എല്ലാം സ്പോൺസറായിട്ട് ഓരോരുത്തർ ചെയ്തെന്ന് സഹായിച്ച് എനിക്ക് 6 മാസം കൊണ്ട് വീട് കയറാൻ സാധിച്ചു. പിന്നെ സഹായമായിട്ട് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഒരു വീട്ടുകാർക്ക് ഒരു ചേട്ടന് കാല് മുറിച്ച് കളഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ ആ ചേച്ചി പണിയെടുക്കണടുത്തെങ്കിലും അവർക്ക് ഒരു പോകാൻ പറ്റാത്തൊരവസ്ഥ. 2 കുഞ്ഞുമക്കളുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സഹായം ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്തു കൊടുക്കും. ഭക്ഷണമായിട്ട് എല്ലാ ഞായറാഴ്ചയും കൊണ്ടുപോയി ഒരു ദിവസം ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ക്യാൻസർ രോഗികൾ വന്നാലും അവർക്ക് സഹായം ചെയ്യാറുണ്ട്. ഇത്രയും സഹായം ചെയ്ത ദൈവത്തിന് 1000 നന്ദി. പിന്നെ വചനങ്ങളാണെങ്കിലും എനിക്ക് കാണാപ്പാടം 51 സങ്കീർത്തനം 51, 54, 57 വചനങ്ങൾ കാണാപ്പാടം ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ യേശയ്യ 54:2 ആ വചനം ഞാൻ എപ്പോഴും ഞാൻ ചൊല്ലിക്കൊണ്ട് കിടക്കും. അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥന അതെപ്പോഴും ഞാൻ ചൊല്ലുന്നതാണ്. അങ്ങനെ എനിക്ക് ഒരു കോടി നന്ദിയാണ് ഈശോയ്ക്ക് പറയാൻ. എൻ്റെ മോൾ പറയാനുണ്ട്, എനിക്ക് അമ്മക്ക് മുല്ലപ്പൂൻ്റെ മണം കിട്ടിയായിരുന്നു. കഴിഞ്ഞ 2-ാം തീയതി നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഓടി വെച്ച് അമ്മ നല്ല മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അങ്ങനെ ദൈവം ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ കൂടെ തന്നെയാണ്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോ എൻ്റെ കൂടെ നടന്നാണ് എന്നെ എല്ലാം സഹായിക്കണം. ഈശോയെ ഞാൻ ഇനി മരണം വരെ ഞാൻ ഇനി പിരിഞ്ഞു പോയത് ഒരിക്കലും. എനിക്ക് പണ്ട് തുടങ്ങി എനിക്ക് ഈശോയുടെ അമ്മയിലും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഈശോയെ എൻ്റെ അമ്മയെ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അമ്മയെന്ന് പറയാനും അപ്പനെന്ന് പറയാനും എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മരീന. ഞാൻ കീച്ചേരി തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ എറണാകുളം ജില്ലയാണ്. ഞാനൊരു നേഴ്സാണ്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 എൻ്റെ BSc നഴ്സിംഗ് പരീക്ഷയെ തുടർന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഇയറിലെ പരീക്ഷ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ സാധിച്ചു. തുടർന്നുള്ള 4 വർഷവും നല്ല മാർക്കോട് കൂടി തന്നെ ഞാൻ വിജയിച്ചു. 3rd ഇയർ പഠിക്കുമ്പോൾ എനിക്ക് പർപ്യൂറ എന്ന് പറഞ്ഞൊരു സ്കിൻ ഡിസോർഡർ ഉണ്ടാവുകയുണ്ടായി. അതിനെ തുടർന്ന് എനിക്ക് 3rd ഇയറിൻ്റെ പരീക്ഷ തന്നെ എഴുതാൻ സാധിക്കുമോ എന്നൊരു സംശയത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ പക്കലുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായിട്ട് ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിൽ നിന്നും രോഗസൗഖ്യം ലഭിച്ചു. പിന്നീട് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടില്ല. ഞാനൊരു നഴ്സായതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോകാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി ഞാൻ നോർക്കയുടെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം നഴ്സസിനെ ഫ്രീ ആയിട്ട് ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, അതിനെക്കുറിച്ച് അറിഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനെ കാശുരൂപം കയ്യിലേന്തിക്കൊണ്ട് തന്നെ ഓരോ ഘട്ടങ്ങളിലുള്ള ഇൻ്റർവ്യൂകളിലും ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂകളിലും പിന്നീട് ജർമ്മൻ പരീക്ഷകളിലൊക്കെ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്ന്
ജർമ്മനിയിലോട്ട് പോകാനുള്ള എല്ലാ പേപ്പറും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ജർമ്മനിയിലെത്തി. പക്ഷേ എനിക്ക് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് മാത്രം വരുന്നില്ല, കുറച്ച് കാലതാമസമായിരുന്നു. ജർമ്മനിയിലെ ഏറ്റവും ഒരു മികച്ച ഹോസ്പിറ്റലായ ചാരിറ്റി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് എനിക്ക് ഇൻ്റർവ്യൂ ലഭിച്ചത്. പക്ഷേ ഈ കാലതാമസം വരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരുടെ ചോദ്യങ്ങളും എല്ലാം എനിക്ക് ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മനസ്സിലൊരു കഴിഞ്ഞ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ അഖണ്ഡ ജപമാല റാലിക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു ഡേറ്റ് കയ്യിൽ എഴുതി മാതാവിൻ്റെ അടുത്ത് പറയാൻ സാധിക്കണം. ആ ജപമാലയിൽ ഉടനീളം എനിക്ക് ആ ഡേറ്റ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പക്ഷേ ഞാൻ ആ ഡേറ്റ് എടുക്കാൻ വിട്ടുപോയി അപ്രതീക്ഷിതമായിട്ട്. പക്ഷേ എനിക്ക് അർത്തിങ്കൽ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ മാതാവിൻ്റെ രൂപമേന്തിയ വാഹനങ്ങളുണ്ടായിരുന്നു. ആ മാതാവിൻ്റെ കാൽക്കൽ വീണ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ ഈ കാര്യം ഓർത്തു. മാതാവെ, ഞാൻ പറയുവാണ്, എനിക്കറിയില്ല നടക്കുമോയെന്ന്. എൻ്റെ ബർത്ത്ഡേ നവംബർ 7-നാണ്. അന്നെങ്കിലും എനിക്ക് പോകാൻ സാധിക്കണം. പക്ഷെ ഞാൻ വിചാരിച്ചു നവംബർ 7 ഉടനെ അടുത്താണ്, പക്ഷെ നവംബർ 25 വെച്ചാലോ. അങ്ങനെ നവംബർ 25 ഞാൻ മാതാവിനോട് പറഞ്ഞു 25-നുള്ളിൽ എനിക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 26-ാം തീയതിയാണ് അഖണ്ഡ ജപമാല റാലി നടക്കുന്നത്. എനിക്ക് 31-ാം തീയതി തന്നെ ഡിപ്പാർച്ചർ നോട്ടിഫിക്കേഷൻ വന്നു. 10 ദിവസത്തിനുള്ളിൽ തന്നെ ജർമ്മനിയിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുമെന്ന്. ഞാൻ ജർമ്മനിയിലോട്ട് പോകുന്നത് നവംബർ 10-ാം തീയതിയാണ്. 10-ാം തീയതി രാവിലെ തന്നെയാണ്. മാതാവ് എനിക്ക് തന്നിട്ടുള്ള നിരവധിയായ നന്മകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ കാലതാമസം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് എനിക്കതെല്ലാം സമയച്ചുരുക്കത്തിൽ നടത്തി തന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. നഴ്സിംഗ് പഠിച്ച മുതലും പിന്നീട് ജോലി ചെയ്തപ്പോഴും എനിക്ക് കൂടെയുള്ളവരെയൊക്കെ ഉടമ്പടിയിലേക്ക് അടുപ്പിക്കുവാനും ഉടമ്പടി വഴി മാതാവിൽ നിന്നും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാനും ഒക്കെ സാധിച്ചു. പിന്നീട് എൻ്റെ കൂടെയുള്ളവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ കണ്ടെത്തി അവരെ ആരും അറിയാതെ സഹായിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പപ്പയ്ക്ക് ലഭിച്ച സാക്ഷ്യം പപ്പ തന്നെ പറയുന്നതാണ്. ഞാൻ മനീരയുടെ പപ്പയാണ്. ഞാൻ ഏതാണ്ട് 40 വർഷമായിട്ട് ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബോഡി സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ ബോഡി സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷീറ്റുകളൊക്കെ കട്ട് ചെയ്ത് അതുപോലെ വെൽഡ് ചെയ്ത് അത് യോജിപ്പിക്കണം. വെൽഡിങ്ങിന് ഏറ്റവും തിക്നെസ് കുറഞ്ഞ തകിടാണ് ഉപയോഗിക്കുന്നത്. അതിന് ഗ്യാസ് വെൽഡിങ്ങാണ്. ഈ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത് പോയിസണുള്ള കാർബൈഡാണ്. ഈ കാർബൈഡ് ഈ 40 വർഷവും നമ്മളിട്ട് ഈ ജനറേറ്ററിലിട്ട് ചാർജ് ചെയ്ത് അത് ഉപയോഗിച്ച് എനിക്ക് ശ്വാസം മുട്ടൽ വന്നു. ഒരു 10 വർഷമായിട്ട് എനിക്ക് ശ്വാസം മുട്ടലാണ്. ഈ ശ്വാസം മുട്ടലിന് ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കണ്ട്, മെഡിക്കൽ കോളേജ്, മറ്റുള്ള നല്ല നല്ല ഹോസ്പിറ്റലുകൾ. അപ്പോൾ അവരൊക്കെ എന്നോട് അന്ന് പറഞ്ഞത് ഈ ജോലി ഉപേക്ഷിക്കണം, എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്ന്. എനിക്കൊരിക്കലും ഞാനിത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഏതാണ്ട് 40 വർഷത്തോളം ഈ ഓട്ടോമൊബൈലിൽ നിന്ന് ജോലി ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ഞാൻ ഈ 2024 ജപമാല അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ ഈ ശ്വാസം മുട്ടൽ മാറ്റി തരണമേ. ശ്വാസം മുട്ടൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാണ്. ഞാൻ ആ ജപമാല റാലിക്ക് ശേഷം ഇന്ന് വരെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി. ഏതാണ്ട് 2 വർഷക്കാലമായി. അതുപോലെ മാതാവിൻ്റെ തൈലവും ഉപ്പ്, തേന് ഇതെല്ലാം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ ശരീരത്തിലൊട്ടൊരു അലർജി രോഗങ്ങളുണ്ട്. അതെല്ലാം ഈ മാതാവിൻ്റെ ഉപ്പ്, തേന്, തൈലം ഇതെല്ലാം ഉപയോഗിക്കുന്നു. ഞാനൊരു 20 വർഷമായിട്ട് വിൻസെൻ്റ് ഡിപ്പോൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ്. വിൻസെൻ്റ് ഡിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ചാരിറ്റി സംഘടനയാണ്. അതിലൂടെ രാവിലെ ഇറങ്ങി കുർബാനയൊക്കെ കഴിഞ്ഞു, പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇടവകയിലെ ദരിദ്രരായ വീടുകൾ, അതുപോലെ നമുക്ക് സഹായം നൽകുന്നവർ, തിരിച്ച് നമുക്ക് സഹായിക്കേണ്ടവരെ, ഇവരെല്ലാം കണ്ടെത്തി അവർക്ക് വേണ്ട അർഹതമായ കാര്യങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചാരിറ്റിയിൽ ഒട്ടേറെ നന്മകൾ ചെയ്തു പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുപോലെ എനിക്കും എൻ്റെ ഈ കുടുംബത്തിനുമൊക്കെ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒട്ടനവധി ചെറുതും വലുതുമായ ഒട്ടേറെ ദൈവികമായ നന്മകളുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതോടൊപ്പം ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഒട്ടൻ നന്മകളും കൃപാവരങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.